മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ കുറച്ചു മുമ്പ് നോമിനേഷൻ നടക്കുകയായിരുന്നു. ആ സമയത്ത് അനുമോളുടെ നാടകം പൊളിച്ചടുക്കിയിരിക്കുകയാണ് നെവിൻ. എന്ത് തൊലിക്കട്ടിയാണ് അനുമോളെ എന്നാണ് നെവിൻ ചോദിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, നോമിനേഷനെ കുറിച്ച് അനുമോളും നൂറയും ഡിസ്കഷൻ നടത്തിയിരുന്നു. ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ഏറ്റവും വലിയ ഗ്രൂപ്പാണ് അനുമോൾ, ആദില, നൂറ. ഇവർ 3 പേരുമുള്ള പട്ടായ ഗേൾസ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിസത്തിന് എതിരെ നിന്നവരാണ് ഇവർ. എന്നിട്ടിപ്പോൾ ഏറ്റവും വലിയ ഗ്രൂപ്പായിട്ട് നിൽക്കുന്നു. പല കാര്യങ്ങളും, ജയിൽ നോമിനേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ എവിക്ഷന് വേണ്ടിയുള്ള നോമിനേഷൻ ആയിക്കോട്ടെ, ചർച്ച ചെയ്താണ് ഇവർ നോമിനേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ ജയിൽ നോമിനേഷനിൽ ഇതേ ഗ്രൂപ്പിസം കണ്ടതാണ്. ഇന്നെന്തായാലും അനുമോളും നൂറയുമാണ് ഡിസ്കസ് ചെയ്ത് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അനുമോളാണ് ആദ്യം നോമിനേഷന് വന്നത്. അനുമോൾ നോമിനേറ്റ് ചെയ്തത് സാബുമാനെയും നെവീനെയുമായിരുന്നു. നെവീന് അതുവരെ ഒരു വോട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഒരു വ്യക്തി നോമിനേഷനിൽ വരണമെങ്കിൽ ആ വ്യക്തിക്ക് 2 വോട്ടുകൾ മതി. അതുകൊണ്ട് തന്നെ അനുമോളുടെ പിന്നാലെ വന്ന നൂറയും നെവീനെ നോമിനേറ്റ് ചെയ്യുകയാണ്. ഇവർ ഡിസ്കസ് ചെയ്ത് നെവീനെ നോമിനേഷനിൽ വരുത്താൻ വേണ്ടി തന്നെയാണ് 2 പേരും നെവീൻ്റെ പേര് പറഞ്ഞതെന്നാണ് നെവീൻ പറയുന്നത്. എന്നിട്ട് നെവീൻ പറയുന്നത് അനുമോളാണ് ഈ ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും വീക്കസ്റ്റ് പ്ലെയർ. അനുമോള് എന്നോട് ഗെയിം കളിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് ഞാൻ ഒരു 5-6 ഗെയിമെങ്കിലും ജയിച്ചിട്ടുണ്ട്. അനുമോൾ ഇവിടെ ഏത് ഗെയിമാണ് ജയിച്ചേക്കുന്നത്? അറ്റ്ലീസ്റ്റ് ഒരു ഗെയിമെങ്കിലും ജയിച്ചിട്ട് വേണം അനുമോള് എന്നോട് ഈ കാര്യം പറയാൻ. അനുമോളുടെ ഗെയിം കിച്ചണിലാണ്. കിച്ചണിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഗെയിമാണ് അനുമോളുടേത്. അനുമോൾക്ക് ചില കാര്യങ്ങൾ പുറത്തു പറയണമെന്നുണ്ട്, അതായത് പൊതിച്ചോറിൻ്റെ കാര്യമൊക്കെ. എന്നാൽ അനുമോൾക്ക് അത് പറയാത്ത രീതിയിൽ വേണം പറയാൻ. അതിനുവേണ്ടി മൈക്ക് താത്തിയിട്ടിട്ടാണ് മിക്കപ്പോഴും സംസാരിക്കുന്നത്. എന്നോടും അനുമോള് ആ രീതിക്ക് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നെവിൻ അനുമോളെ പൊളിച്ചടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ നെവിൻ ഇന്ന് അനുമോളെ എക്സ്പോസ് ചെയ്തു എന്ന് തന്നെ പറയാം. ഈ നോമിനേഷന് ശേഷവും അനുമോളും നെവീനും കിച്ചണിൽ വെച്ചും സംസാരിക്കുന്നുണ്ട്. അപ്പോഴും നെവീൻ അനുമോളോട് ചോദിക്കുന്നത്, ഒരു ടാസ്ക് പോലും ജയിക്കാതെ എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത്? അതിനും വേണം ഒരു തൊലിക്കെട്ടി. അപ്പോൾ ഉടനെ അനുമോള് പറയുന്നത്, തൊലിക്കെട്ടി എനിക്ക് കുറച്ച് കൂടുതലാണ്. തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല. അങ്ങനെ നീ കേട്ടിട്ടില്ലേ? ഞാനേ തീയിൽ കുരുത്തതാ. ഉടനെ നെവീൻ പറയുന്നത്, സേഫ് ഗെയിം എങ്കിലും കളിച്ചാൽ നിന്നെ ഗെയിമർ അല്ലെങ്കിൽ സേഫ് ഗെയിമർ എന്നെങ്കിലും പറയായിരുന്നു. നിന്നെ കണ്ടസ്റ്റൻ്റ് ആയിട്ട് പോലും തോന്നിയിട്ടില്ല. യു ആർ എ ജസ്റ്റ് കളിപ്പാവ. ഷാനവാസിൻ്റെ കളിപ്പാവയാണ് നീ. പിന്നെ നെവീൻ പറയുന്നതിൽ കുറച്ചൊക്കെ ശരിയാണ്. പക്ക ഗ്രൂപ്പിസമാണ് ആദില, നൂറ, അനുമോള് ഇപ്പോൾ അവിടെ നടത്തുന്നത്. സത്യം പറഞ്ഞാൽ ഇന്നും 3 പേരും കൂടി ഡിസ്കസ് ചെയ്ത് ഗ്രൂപ്പ് കളിച്ച് തന്നെയാണ് നെവീനെയും അക്ബറേയും നോമിനേഷനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഗ്രൂപ്പിസം പാടില്ലെന്നോ ഗ്രൂപ്പ് കളിക്കേണ്ടെന്നോ ബിഗ് ബോസിൽ ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ നോമിനേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യരുത് എന്നുള്ളത് ബിഗ് ബോസിൻ്റെ റൂളാണ്. അത് മിക്കപ്പോഴും തെറ്റിക്കുന്ന 3 പേരാണിവർ. എന്തായാലും പട്ടായ ഗേൾസിനെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് നെവീൻ. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.